അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ വേളയിൽ എല്ലാ ഭാഗത്തു നിന്നും പ്രയാസങ്ങൾ മാത്രം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെയുള്ള അബൂബക്കറിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ ഒരായത്തായി നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ ഭയപ്പെടണ്ട, നീ സങ്കടപ്പെടണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതിസന്ധികൾ ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വയം ആശ്വസിക്കാൻ പറ്റുമോ? അല്ലാഹ് എൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പിനെ, ഭാര്യയെ, മക്കളെ, ഉമ്മയെ, ഉപ്പയെ, സഹോദരനെ തൊട്ട് നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരാളെയൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട, അല്ലാഹ് കൂടെയുണ്ട്. അല്ലാഹ് കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ റബ്ബ് നമ്മുടെ കൂടെയില്ലെങ്കിൽ ഒന്നും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് കൂടെയുണ്ട് എന്ന ബോധം അത് വല്ലാത്തൊരു ശക്തിയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹു എപ്പോഴും നമ്മളിലേക്ക് ഏറ്റവും വലിയവനും ഏറ്റവും ഇഷ്ടമുള്ളവനും ഏറ്റവും ഭയമുള്ളവനും അല്ലാഹുവായി തീരണം. അപ്പോഴേ നമ്മൾക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ അല്ലാഹുവിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ കൂടെയുണ്ടാകും എന്നവനൊരു ഉറപ്പവന് സ്വയം പറയാൻ സാധിക്കുക? ആ ഉറപ്പ് സ്വന്തം പറയാൻ സാധിക്കുന്നത് എപ്പോഴും അല്ലാഹുവുമായുള്ള ഒരു ബന്ധം നിലനിർത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നമുക്കത് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ സന്തോഷവേളകളിലും അല്ലാഹു എന്നുള്ള ബോധം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.